കോൺഗ്രസിൽ രണ്ട് ഗ്രൂപ്പുകൾ. ചാണ്ടി ഉമ്മൻ ഗ്രൂപ്പ് പിടിമുറുക്കുന്നു. ക്യാപ്റ്റൻ സ്ഥാനത്ത് ചാണ്ടി ഉമ്മൻ എത്തിയതിന് പിന്നാലെ കോൺഗ്രസിൽ എ ഗ്രൂപ്പ് പിടിമുറുക്കുന്നു. നേതൃത്വത്തിനെതിരെ തുറന്നു പറഞ്ഞ് മുന്നോട്ട് വന്ന ചാണ്ടി ഉമ്മനെ പിന്തുണച്ചതിന് KPCC മാധ്യമ വക്താവ് സ്ഥാനത്ത് നിന്നും KS അഖിലിനെ നീക്കിയത് കോൺഗ്രസിനുള്ളിൽ വീണ്ടും അടിപൊട്ടുന്നതിന് തിരികൊളുത്തുകയായിരുന്നു. ഔദ്യോഗിക ഗ്രൂപ്പ് ഏത് എന്ന തർക്കമാണ് നിലവിൽ കോൺഗ്രസിനെ അലട്ടുന്നത്. അഖിലിനെ പുറത്താക്കിയത് അനൌദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് എന്ന് നേതൃത്വം പറയുന്നു. എന്നാൽ മാധ്യമ വക്താക്കളുടെ അനൌദ്യോഗിക പാനലിൽ നിന്നാണ് ഇതെന്നാണ് പ്രതിപക്ഷ നേതാവുമായുള്ള അടുത്ത കേന്ദ്രം പറയുന്നത്. ചാണ്ടി ഉമ്മൻ കഴിഞ്ഞ ദിവസം ഉയർത്തിയ ആശങ്ക പരിഹരിക്കണമെന്നാണ് അഖിൽ പറഞ്ഞത്. ഇതിന് പിന്നാലെ അഖിലിനെ മാധ്യമ വിഭാഗം ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കി. അഖിലിനെ വക്താവ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയെന്നാണ് മാധ്യമ വിഭാഗം അറിയിച്ചത്. എന്നാൽ മാധ്യമ വക്താക്കൾക്കായി വാട്സപ്പ് ഗ്രൂപ്പ് നിലവിലില്ലെന്നും അഖിലിനെതിരെയുള്ള നടപടി അറിവില്ലെന്നുമാണ് KPCC നേതൃത്വം നൽകുന്ന വിശദീകരണം. മാധ്യമ വക്താക്കൾക്കായി ഉണ്ടാക്കിയ ഗ്രൂപ്പിൽ അഖിലിനെ ഉൾപ്പെടുത്തുമെന്നാണ് K സുധാകരൻ ഉറപ്പു നൽകിയത്. മാധ്യമ വക്താക്കൾക്കായി രൂപീകരിച്ച വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് ചാനൽ ചർച്ചയ്ക്കായി നിയോഗിക്കുന്ന KPCC പ്രതിനിധികളുടെ വിവരം അറിയിക്കുന്നത്. ഔദ്യോഗിക ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇതെങ്ങനെ സാധ്യമാകുമെന്ന് സതീശനെ പിന്തുണയ്ക്കുന്നവർ ചോദിക്കുന്നു. അനൌദ്യോഗിക ഗ്രൂപ്പുകൾ ഉൾപ്പെടുത്തിയാണോ മാധ്യമ ചർച്ചകൾക്കുള്ള പ്രതിനിധികളെ നിശ്ചയിക്കുന്നതെന്ന ചോദ്യവും ഉയർന്നു വരുന്നുണ്ട്. കോൺഗ്രസിൽ ഇടക്കാലമായി തർക്കം ഉയർന്നു വരുന്നത് രൂക്ഷമായിരിക്കുകയാണ്. ഷാഫി പറമ്പിൽ, VD സതീശൻ എന്നിവർ ചേർന്ന് ഒരു ഗ്രൂപ്പും ഇവർക്കെതിരെ ചാണ്ടി ഉമ്മന്റെ നേതൃത്വത്തിലുള്ള പഴയ എ ഗ്രൂപ്പ് വീണ്ടും സജീവമാകുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. എ ഗ്രൂപ്പിലേക്ക് പഴയ ഐ ഗ്രൂപ്പിലുള്ള രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ചേക്കേറുന്ന കാഴ്ചയും ഇപ്പോൾ നിലവിലുണ്ട്. കോൺഗ്രസിൽ ഒരു ഇടക്കാലത്തിന് ശേഷം രണ്ട് ഗ്രൂപ്പുകൾ ശക്തമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഷാഫി പറമ്പലിന്റെയും VD സതീശിന്റെയും നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പും ഇതിനെ ചെറുക്കുന്നതിനായി ചാണ്ടി ഉമ്മന്റെയും രമേശ് ചെന്നിത്തലയുടെയും നേതൃത്വത്തിൽ മറ്റൊരു ഗ്രൂപ്പും പ്രവർത്തിക്കുന്ന സാഹചര്യമാണ് കേരളത്തിൽ നിലവിൽ. ചാണ്ടി ഉമ്മൻ കേഡറിൽ പ്രവർത്തിക്കുന്ന RS അഖിലിനെ പുറത്താക്കിയത് എ ഗ്രൂപ്പിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. സുധാകരനടക്കം KPCC അംഗങ്ങളുടെ പിന്തുണയോടെ അഖിലിനെ വീണ്ടും മാധ്യമ വക്താവ് സ്ഥാനത്തേക്ക് റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ ചാണ്ടി ഉമ്മൻ നേതൃത്വം നൽകുന്ന എ ഗ്രൂപ്പ് ശ്രമം തുടങ്ങിക്കഴിഞ്ഞു.